കേരളത്തിലെ നാട്ടാന ചന്തം ഇല്ലാതാകുന്നു. ഈ വർഷം മാത്രം ചെരിഞ്ഞത് 17 ആനകൾ. ആനകളെ വാങ്ങുന്നതും വിൽക്കുന്നതും നിരോധിച്ചിരിക്കെ കുറച്ച് വർഷത്തിനു ശേഷം സംസ്ഥാനത്ത് നാട്ടാനകൾ പൂർണ്ണമായി ഇല്ലാതാകും. കേരളത്തിലെ ഗജനിരയിൽ ഏറ്റവും ഒടുവിൽ യാത്രയാകുന്നത് പൂതൃക്കോവിൽ ഗണപതിയാണ്. സംസ്ഥാനത്ത് തന്നെ ആനയ്ക്ക് ആദ്യമായി ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ചത് ഗണപതിക്ക് വേണ്ടിയായിരുന്നു. നാട്ടാനകൾ ഒന്നിനു പുറകെ ഒന്നായി ചെരിയുകയാണ് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2014 മാത്രം ഇതുവരെ സംസ്ഥാനത്ത് 17 ആനകളാണ് ചെരിഞ്ഞത്. നാണുഎഴുത്തച്ഛൻ ശ്രീനിവാസൻ, ബാസ്റ്റിൻ വിനയശങ്കർ, ബാസ്റ്റിൻ വിനയചന്ദ്രൻ, തായങ്കാവ് മണികണ്ഠൻ, കുട്ടൻകുളങ്ങര രാമദാസ്, ശങ്കരൻകുളങ്ങര അയ്യപ്പൻ, കൊല്ലം ബാബുലാൽ, ഗുരുവായൂർ അർജുനൻ, കൊമ്പൻ കുട്ടികൃഷ്ണൻ, തോട്ടക്കാട്ട് രാമചന്ദ്രൻ, പായിപ്പാട് രാജശേഖരൻ, ചാപ്പമറ്റം കൃഷ്ണൻകുട്ടി, ഇങ്ങനെ പോകുന്നു ചെരിഞ്ഞ ആനകളുടെ നിര. കോട്ടയത്ത് 3 ആനകൾ ചെരിഞ്ഞത് ഇടിമിന്നലേറ്റാണ്. വനം വകുപ്പ് ആനകളിൽ പിടിപ്പിച്ച മൈക്രോചിപ്പാണ് ഇടിമിന്നലേൽക്കാൻ കാരണമെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ആനകൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോഴുള്ള നാട്ടാനകളുടെ എണ്ണം 500-നും 550-നും ഇടയിലാണ്. ആനകളെ വാങ്ങാനോ വിൽക്കാനോ പാടില്ലെന്ന നിയമം വർഷങ്ങൾക്ക് മുമ്പേ വന്നതാണ്. പാട്ടത്തിന് നൽകുന്നു എന്ന പേരിലാണ് ഇപ്പോൾ ആനകളെ കൈമാറ്റം ചെയ്യുന്നത്. എന്നാൽ പുതിയ ആനകളൊന്നും സംസ്ഥാനത്ത് എത്തുന്നില്ല. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം നാട്ടാനകളുടെ എണ്ണം കേരളത്തിൽ വിരലിലെണ്ണാവുന്നതായി ചുരുങ്ങും എന്നർത്ഥം. പിന്നീട് നാട്ടാനകൾ എന്ന വിഭാഗം തന്നെ ഇല്ലാതാവുകയും ചെയ്യും. TCV തൃശൂർ.